Spanning trees. A tree T is said to be a spanning tree of a connected graph G if T is a subgraph of G and T contains all vertices of G. ഒറ്റ നോട്ടത്തിൽ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, പക്ഷെ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതൊരു കണക്റ്റഡ് ഗ്രാഫാണ്. അതിലെ ഈ ഹെവി ലൈൻസ് എന്ന് പറഞ്ഞാൽ ബോൾഡാക്കി വരച്ചിട്ടുള്ള ലൈൻസുകൾ നോക്കാം. ഇവിടെ തുടങ്ങി ഇവിടെ 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 നമുക്കിതിനെ 1 2 3 4 5 6 7 വെർട്ടിസസ് അല്ലേ, 7 വെർട്ടിസസ് അല്ലേ, വെർട്ടെക്സുകളാണുള്ളത്. ആ എണ്ണത്തിലൂടെയും കടന്നു പോയിട്ടുണ്ടത്. ഇപ്പോൾ ഗ്രാഫിലുള്ള എല്ലാ വെർട്ടെക്സിലൂടെയും കടന്നു പോകുന്ന ഒന്നായിരിക്കണം നമ്മളിവിടെ പറയുന്നത്. ഇനി ആലോചിച്ച് നോക്കിയേ, അപ്പോൾ ഈ ഹെവി ലൈൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സബ്ഗ്രാഫാണ്. സബ്ഗ്രാഫ് എന്ന് പറയുന്നത് അർത്ഥം ഈ ഹെവി ലൈൻസ് കൊണ്ട് വരച്ചിട്ടുള്ളതിൽ ഈ ടോട്ടൽ ജി എന്ന ഗ്രാഫിൻ്റെ എല്ലാ വെർട്ടെക്സുകളാണ് വെച്ചിട്ടുള്ളത്. ഇനി ഒന്നാമത്തെ കണ്ടീഷൻ, ഇനി സബ്ഗ്രാഫ് ആവേണ്ട മറ്റൊരു കണ്ടീഷൻ എന്താ? ഹെവി ലൈൻസ് എന്ന് പറഞ്ഞ എഡ്ജസ് ഉണ്ടല്ലോ, ആ എഡ്ജസ് നമ്മൾ തന്ന ഗ്രാഫിലെ എഡ്ജസ് തന്നെയാണ്, വേറെ പുറത്തൊരു എഡ്ജ് ഇവിടെ വന്നിട്ടില്ല. രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ എന്ത് കിട്ടും? A tree T is said to be spanning tree of a connected graph G if T is a subgraph of G and T contains all the vertices of G. T ഒരു subgraph ആവണം, T contains all the vertices of G. For instance, the subgraph in heavy lines in figure 3.17 is a spanning tree of the graph. ഇനി ഇതിൻ്റെ മറ്റൊരു പേര് സ്കെലിട്ടൺ ഓർ സ്കഫോൾഡിങ് ഓഫ് ജി എന്ന് പറയാം. അതിൻ്റെ കാരണം എന്താ? ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത ഹെവി ലൈൻസോട് നോക്കുമ്പോൾ എന്താ ഉണ്ടാവണേ? നമുക്ക് എല്ലാ വെർട്ടെക്സിലോട്ട് എത്തിയാൽ മതി എന്ന് വിചാരിക്കാം. എല്ലാ വെർട്ടെക്സിലോട്ട് എത്താനുള്ള വഴി ഇവിടെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു സ്കെലിട്ടൺ ആണ് നമുക്കിതിൻ്റെ കിട്ടണേ, അല്ലേ? എല്ലാ അഡ്ജസ്റ്റിലൂടെയും പോകുന്നില്ല എന്നേ ഉള്ളൂ. നമ്മുടെ ആവശ്യം എല്ലാ വെർട്ടെക്സിലേക്ക് എത്തുക എന്നുള്ളതാണെങ്കിൽ ഈ പറഞ്ഞ ഹെവി ലൈൻസിലൂടെ പോയി എത്താൻ പറ്റും. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇതിൻ്റെ ചെറിയൊരു സ്കെലിട്ടൺ എന്ന് പറയണത്. ഇനി നിങ്ങൾ ഇതിൽ നിന്ന് ഏതൊരു സബ്ഗ്രാഫ് വേണം ഉണ്ടാക്കിക്കോ, അത് നമുക്ക് അടുത്ത സെൻറ്റൻസിൽ നോക്കാം. സിൻസ് the vertices of G are barely hanging together in a spanning tree, it is a sort of skeleton of the original graph G. This is why a spanning tree is sometimes referred to as a skeleton or scaffolding of G. Since spanning trees are the largest with maximum number of edges trees among all the trees in G. Since spanning trees are the largest trees. ട്രീ ആവണമെങ്കിൽ എന്ത് വേണം? സർക്യൂട്ട് ഫോം ചെയ്യാൻ പാടില്ല, ഒരേ ഒരു പാത്തേ പാടുള്ളൂ, 2 വെർട്ടെക്സുകൾ എടുത്തു കഴിഞ്ഞാൽ. നിങ്ങൾ ഇതിൽ നിന്ന് ഏതൊരു സബ്ഗ്രാഫ് വേണമെങ്കിലും എടുത്തോ, ആ സബ്ഗ്രാഫുകളിലെ ഏറ്റവും വലിയ സബ്ഗ്രാഫ് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ലെങ്ത് വരുന്നത്, മാക്സിമം ലെങ്ത് വരുന്ന സബ്ഗ്രാഫ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്പാനിങ് ട്രീ ആയിരിക്കും. ഇനി നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരച്ചു എന്ന് വിചാരിക്കുക, ഇങ്ങനെ, അപ്പോഴും അതൊരു സബ്ഗ്രാഫ് തന്നെ കിട്ടുക. പക്ഷേ ഈ സബ്ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താ? ഇതൊരു ട്രീ ആയിരിക്കില്ല. കാരണം ഇങ്ങനെ ഒരു സർക്യൂട്ട് ഇവിടെ ഫോം ചെയ്തു. എങ്ങനെ കണ്ടോ? ഇങ്ങനെ ഒരു സർക്യൂട്ട് ഇവിടെ ഫോം ചെയ്തു. അതുകൊണ്ട് ഇത് എന്തായിട്ട് മാറില്ല? ട്രീ ആയിട്ട് മാറില്ല. ഇനി ഇതിലെ ഈ കൂട്ടത്തിലെ ഏതൊരു എഡ്ജ് നിങ്ങൾ ആഡ് ചെയ്താലും എന്ത് വരില്ല? അത് ട്രീ ആവില്ല. കാരണം ഏതൊരു എഡ്ജ് ആഡ് ചെയ്താലും നമ്മളവിടെ സർക്യൂട്ട് ഫോം ചെയ്യും. അല്ലെങ്കിൽ 2 വഴി കിട്ടും നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് എത്താൻ. അങ്ങനെ 2 വഴി കിട്ടുകയാൽ അത് ട്രീ ആയിരിക്കില്ലല്ലോ.
ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ സ്പാനിങ് ട്രീ ആണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്നതിലെ ഏറ്റവും കൂടുതൽ ലെങ്ത് വരുന്ന സബ് ഗ്രാഫ്. അതുകൊണ്ട് ഈ സ്പാനിങ് ട്രീന്റെ മറ്റൊരു പേര് പറയാം മാക്സിമൽ ട്രീ സബ് ഗ്രാഫ് ഓർ മാക്സിമൽ ട്രീ ഓഫ് ജി. അപ്പൊ മാക്സിമൽ ട്രീ ഓഫ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പാനിങ് ട്രീ ആയിരിക്കണം. ഇവിടെ ഇത്രയും നമ്മൾ പഠിച്ചാൽ മതി. ഇനി അടുത്ത ടോപ്പിലോട്ട് പോകുന്നു. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ സ്പാനിങ് ട്രീ നമ്മൾ പറഞ്ഞല്ലോ ഏതൊക്കെയത്. ഇവിടുന്ന് B4 വഴി ഇങ്ങോട്ടേക്ക് പോയി, ദെൻ B3 വഴി ഇങ്ങോട്ടേക്ക് പോയി, B2 വഴി ഇങ്ങോട്ടേക്ക് പോയി, B1 വഴി ഇങ്ങോട്ടേക്ക് പോയി. അങ്ങനെ ഒത്തിരി എഡ്ജസ് ഇവിടെ ഉണ്ട്. ആ എഡ്ജസിനെ പറയുന്ന പേരാണ്, അതായത് സ്പാനിങ് ട്രീയിലെ എഡ്ജസിനെ പറയുന്ന പേരാണ് ബ്രാഞ്ചസ്. സ്പാനിങ് ട്രീയിലെ എഡ്ജസ് അല്ലാത്തതിന് ഉദാഹരണത്തിന് C8, C6, C7. അപ്പൊ ഇവിടെ അതിനാണ് കോഡ് എന്ന് പറയാം. CHORD കോഡ്. അപ്പൊ ഇവിടെ C4 കോഡ്, B4 ബ്രാഞ്ച് അങ്ങനെ തന്നെ വെച്ചിട്ടില്ല. ഇവിടെ ബികൾ കൊടുത്തുള്ളത് മുഴുവൻ ബ്രാഞ്ചുകളും സികൾ കൊടുത്തുള്ളത് മുഴുവൻ കോഡുകളുമാണ്. An edge in a spanning tree T is called a branch of T. An edge of G that is not in a given spanning tree T is called a chord. ഒരു തിയറി നോക്കാം. അതൊരു സ്റ്റേറ്റ്മെന്റ് പദം പഠിച്ചാൽ മതി. എവറി കണക്റ്റഡ് ഗ്രാഫ് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ സ്പാനിങ് ട്രീ. അപ്പോൾ ഒരു സ്പാനിങ് ട്രീ വരുന്ന ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട, ഒരു കണക്റ്റഡ് ഗ്രാഫ് വരച്ചാൽ മതി. എവറി കണക്റ്റഡ് ഗ്രാഫ് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ സ്പാനിങ് ട്രീ. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. സിയിൽ വെച്ചിട്ടുള്ളത് മുഴുവൻ കോഡ്സ് ആണ്. കോഡ് എന്ന് പറയുന്ന അർത്ഥം ഒരു സ്പാനിങ് ട്രീയിലെ അല്ലാത്ത എഡ്ജിനെയാണ് കോഡ് എന്ന് പറയാം. An edge of G that is not in a given spanning tree T is called a chord. Theorem 3.12. With respect to any of its spanning tree, a connected graph of n vertices and e edges has n-1 trees, n-1 tree branches and e-n+1 chords. അപ്പോൾ ഒരു ഗ്രാഫ് ഉണ്ട്, കണക്റ്റഡ് ഗ്രാഫാണ്. n vertices ഉണ്ടെങ്കിൽ അതിനെ n-1 ട്രീ എഡ്ജസ്, e എന്നത് ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ആണെങ്കിൽ n-1 ബ്രാഞ്ചസും e-n+1 കോഡ്സും ഉണ്ടാവും. റാങ്ക് ആൻഡ് നള്ളിറ്റി. G എന്ന് പറയുന്നത് ഒരു ഗ്രാഫ്, n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടിസസ്, e എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ്, k എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കമ്പോണൻസ്. ഇൻ G കമ്പോണന്റ് എന്താണെന്ന് നമ്മളൊക്കെ കണക്റ്റഡ്നെസ് ടോപ്പിക്കിൽ പഠിച്ച കാര്യങ്ങളാണ്. ദെൻ റാങ്ക് എന്ന് പറയുന്നത് R എന്ന് ഡിനോട്ട് ചെയ്യും. റാങ്ക് ഇസ് ഈക്വൽ ടു R ഇസ് ഈക്വൽ ടു n-k. n-k എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് വെർട്ടിസിൽ നിന്ന് കമ്പോണൻസിന്റെ എണ്ണം കുറയ്ക്കുക. നള്ളിറ്റി എന്ന് പറയുന്നത് mu എന്ന് പറഞ്ഞാൽ e-n+k ഫോർ എ കണക്റ്റഡ് ഗ്രാഫ്. കണക്റ്റഡ് ഗ്രാഫ് ആകുമ്പോൾ എന്താ പ്രത്യേകത? ഒറ്റ കമ്പോണന്റ് ഉണ്ടാവുള്ളൂ. കണക്റ്റഡ് ഗ്രാഫിൽ ഒറ്റ കമ്പോണന്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ k is equal to 1 ആയിരിക്കും. അപ്പോൾ റാങ്ക് എന്തായിരിക്കും? റാങ്ക് is equal to n-1 എന്നും നള്ളിറ്റി is equal to ഇവിടെ kക്ക് 1 കൊടുക്കുക, e-n+1 ആയിട്ട് മാറും നള്ളിറ്റി. റിമാർക്ക്. റാങ്ക് ഓഫ് G വേറെ രീതിയിൽ പറഞ്ഞാൽ റാങ്ക് ഓഫ് G എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻ എനി സ്പാനിങ് ട്രീ. ആൻഡ് നമ്മളിങ്ങനെ ഫോർത്ത് ടേം കൂടെ ഉപയോഗിക്കുന്നില്ല കേട്ടോ. നള്ളിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോഡ്സ് ഇൻ G. നള്ളിറ്റി ഓഫ് G എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോഡ്സും, റാങ്ക് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബ്രാഞ്ചസും. ആൻഡ് റാങ്കും പ്ലസ് നള്ളിറ്റിയും കൂടി കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസും കിട്ടും. റാങ്ക് പ്ലസ് നള്ളിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ഇൻ G.